Hello everyone, welcome to Abhiram's Gallery. So guys, അപ്പോൾ ഇന്ന് നമ്മൾ സുന്ദര പാണ്ഡ്യപുരത്ത് പോകാൻ പോവുകയാണ്. അവിടുത്തെ സൺഫ്ലവർ ഗാർഡൻ കാണാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ തന്നെ അവിടെ ഒരു കോവിലുണ്ട്, അവിടെയും കയറുന്നതാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം മൂന്നാർ കൂടെ പോയ രാജേഷ് ശാമൻ അവരോടെയാണ് നമ്മൾ പോകാൻ പോണത്. ഞാൻ ശിവാനിയാണ് ഇത്തവണയും പോണത്, കൂടെ മാമൻ്റെ കൂടെ. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. എത്തിയിരിക്കുന്നു, അവിടെയാണ് സാധനം. നമ്മൾ ഓൺ ദ വേ. കാർ നല്ല ദൂരം പാർക്ക് ചെയ്തിട്ട് പോവുകയാണ്. സോ ഗൈസ്, നമ്മൾ കയറിയാകട്ടെ പൈസ അടച്ചിട്ടാണ് കേട്ടോ കയറിയത്. കാറ്റാടിയുണ്ട് ഇവിടെ. ഗൈസ്, പിന്നെ I am Ichani. So ഞാൻ കാണിച്ചു തരാം വ്യൂ. ഇതാണ് ഗൈസ് ഗാർഡൻ. ഗൈസ്, ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഫുൾ മറ്റേ അഡ്വെഞ്ചർ പാർക്ക് വരെയാണ്. കാരണം ഇതിൻ്റെ ഇതിൽ കൂടിയാണ് പോണത്. ടൈം ടു ഗെറ്റ് ഡൗൺ. സോ ഗൈസ്, കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് എല്ലാവരും. ഫോട്ടോ എടുക്കാൻ എപ്പോഴും കഴിഞ്ഞില്ല, ഫോട്ടോ എടുക്കാൻ പോവാണ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ സൺഫ്ലവർ ഗാർഡൻ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഇനി എങ്ങോട്ട് പോകുന്ന എന്തോന്ന് നമ്മളടുത്ത അച്ഛൻ കോവിലേക്ക് പോകാൻ പോവാണ്. കാട്ടിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ആയിരിക്കും സഫാരി, നമുക്ക് കാണാം അതിൻ്റെ ഇടയ്ക്കൊക്കെ. നമ്മളിപ്പം ഒരു വെള്ളത്തിൻ്റെ അവിടെയാണ് നിൽക്കണത്. ഇറങ്ങിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ബിരിയാണി കഴിച്ചു. അതിൽ ഞാൻ ശിവാനിയും ചിക്കൻ കഴിച്ചില്ല, റൈസ് മാത്രമാണ് കഴിച്ചത്. പക്ഷെ ബാക്കി എല്ലാവരും ചിക്കൻ കഴിച്ച്. അപ്പം അത് കാരണം എല്ലാവരും കുളിക്കാനുള്ള പ്ലാനാണ്. നമ്മൾ ജസ്റ്റ് വെള്ളം തലയിൽ കുടയാനുള്ളതേ ഉള്ളൂ, ഇവരെല്ലാം കുളിക്കാനാണ് പ്ലാന്. അപ്പോൾ ഓക്കെ, കണ്ടോ നല്ല ഒഴുക്കുണ്ട്. ഇത് 2 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ അവിടെ എത്താൻ. അപ്പോൾ നമ്മൾ വെള്ളം കുടഞ്ഞിട്ട് കോവിലെത്തിയിട്ട് ബാക്കി കാണാം. സോ ഗൈസ്, കോവിലിൽ പോയി പ്രസാദമൊക്കെ വാങ്ങിച്ച് ബാക്കി കാണാണ്. കോവിലിൽ പ്രസാദമൊക്കെ വാങ്ങിച്ച് ഈ തിരിച്ച് വീട്ടിൽ പോകാൻ പോവുകയാണ്. സോ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്.